കൊണ്ട് അങ്ങയുടെ കൈനെ ഞാൻ ചുംബിക്കാം നബിയെ എന്ന് പറയുമ്പോൾ, പ്രിയമുള്ള സഹോദരന്മാരെ, ആ റൗള ശരീഫിന്റെ ഉള്ളിൽ നിന്ന് ഫമദ്ദലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഹു, അവിടുന്ന് സറഫാകപ്പെട്ട കൈയിനെ അതാ റൗള ശരീഫിന്റെ ഉള്ളിൽ നിന്ന് അതാ കൈ നീട്ടുകയാണ്. ഫഖബ്ബലഹാ, അവിടുന്ന് അതാ റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹു ആ കൈയിനെ ചുംബിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, അത്രത്തോളം മഹത്വമുള്ള റിഫായി ശൈഖ്, അവിടുത്തെ സ്നേഹിക്കൽ, അവിടുത്തെ മദ്ഹ് പറയൽ നമ്മുടെ കർത്തവ്യമാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, മാത്രമല്ല റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന് എല്ലാ ജനങ്ങളോടും മാത്രമല്ല എല്ലാ പ്രാണികളോടും നല്ല കരുണ കാണിക്കുന്നവരാണ്. ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ എന്ന് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹു കരുണ കാണിക്കുന്ന ആളാണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ട ജമാലുദ്ദീൻ ഖതീബ് റളിയല്ലാഹു തആല അൻഹു അതാ റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലേക്ക് പോയി കൊണ്ട് പറയുന്നു, ഓ റിഫായി ശൈഖ് തങ്ങളെ, എനിക്കൊരു തോട്ടം വല്ലാത്ത ആഗ്രഹമുണ്ട്. ആ തോട്ടം എനിക്ക് വാങ്ങിത്തരണം. ആ തോട്ടം പക്ഷേ ശൈഖ് ഇസ്മായിൽ എന്നവരുടെ പേരിൽ ആ തോട്ടമുണ്ട്. അദ്ദേഹത്തിന്റെ വക്കൽ നിന്ന് വാങ്ങി ആ തോട്ടത്തിന് എനിക്ക് തരണം റിഫായി ശൈഖ് തങ്ങളെ എന്ന് അതാ ജമാലുദ്ദീൻ ഖതീബ് എന്നവർ റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് അതാ അവിടുന്ന് പറയുകയാണ്. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹു വിചാരിക്കുന്നു, ഈ തോട്ടം ഞാൻ വാങ്ങിക്കൊടുത്താൽ ഈ ബഹുമാനപ്പെട്ട ജമാലുദ്ദീൻ ഖതീബ് എന്നവർക്ക് വല്ലാത്ത സന്തോഷമുണ്ടാകുമല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹു ശൈഖ് ഇസ്മായിലിനെ അന്വേഷിക്കുന്നു. എന്നിട്ട് പറയുന്നു, ശൈഖ് ഇസ്മായിൽ എന്നവരെ, തങ്ങളോട് അതാ തോട്ടം വിൽക്കുകയാണോ എന്നാൽ ആ തോട്ടത്തിന് അതാ ജമാലുദ്ദീൻ ഖതീബ് എന്നവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ശൈഖ് ഇസ്മായിൽ പറയുന്നു, ഓ റിഫായി തങ്ങളെ, എന്റെ തോട്ടത്തിൽ ഞാൻ വിൽക്കുന്നില്ല. ദുനിയാവിന് എത്ര മുതൽ കിട്ടിയാലും എത്ര വില തന്നാലും ഞാൻ അതിനെ വിൽക്കുന്നില്ല. കാരണം മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്, ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതുപോലെ നിങ്ങളുടെ അടുക്കലെല്ലാം നശിഞ്ഞു പോകും, അല്ലാഹുവിന്റെ അടുക്കലുള്ളത് മാത്രം അവിടുന്ന് ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ദുനിയാവിന്റെ സമ്പത്ത് എനിക്ക്, പണം എനിക്ക് വേണ്ട, അതുകൊണ്ട് ആ തോട്ടത്തിൽ ഞാൻ വിൽക്കുന്നില്ല. എന്നിട്ട് അവസാനം അവർ ഡിമാൻഡ് വെക്കുന്നു. ശൈഖ് ഇസ്മായിൽ പറയുന്നു, എന്നാൽ നാളെ ആഖിറത്തിൽ സ്വർഗം എനിക്ക് തരാം എന്ന് വാഗ്ദാനം ചെയ്താൽ അതിനെ ഞാൻ വിൽക്കാം. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അമ്പിയാക്കൾക്ക്, ഔലിയാക്കന്മാർക്ക് അഭൗതികമായ സംഭവിക്കാൻ, അവർക്ക് അത് നേടിയെടുക്കാൻ കഴിയും. നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർദ്ധരാത്രിയിൽ വെച്ച് അതാ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വുളു എടുക്കാൻ പുറത്തു വരുമ്പോൾ റബീഅത്ത് റളിയല്ലാഹു തആല അൻഹു വുളു എടുക്കാൻ വേണ്ടിയുള്ള വെള്ളമായി കാത്തു നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. എല്ലാ ജനങ്ങളും ഉറങ്ങുന്ന സമയത്തിൽ പാവപ്പെട്ട റബിയ എന്നെ കാത്തു നിൽക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് സൽ യാ റബീഅ, ഓ റബീഅ, നിനക്ക് എന്ത് വേണമെങ്കിലും നീ ചോദിച്ചോ, നിനക്ക് ഞാൻ തരാം എന്ന് സന്തോഷത്തിന്റെ കാരണം കൊണ്ട് പറഞ്ഞു. ആ സമയത്തിൽ റബീഅത്ത് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, എനിക്ക് കിട്ടിയ വല്ലാത്ത ചാൻസാണ്, ഇതിനെ വെറുതെ വിട്ടാൽ പോരാ. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പറയുന്നു, ഇന്നി മുറാഫഖതക ഫിൽ ജന്ന യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ മുർസലായ നബിയേ, അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ ഞാൻ താമസിക്കാൻ എനിക്ക് ആഗ്രഹമാണ് നബിയേ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഫഗൈറ ദാക യാ റബീഅ,
ഓ റബിയത്തെ, അതല്ലാതെ വേറെന്തെങ്കിലും നിനക്ക് ചോദിച്ചുകൂടെ? നിന്റെ ചോദ്യം വല്ലാത്ത ചോദ്യമായി പോയി. ആ സമയത്ത് റബിയത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയെ, അതല്ലാതെ വേറെ ഒന്നും എനിക്ക് വേണ്ട, തങ്ങൾ ഏത് വേണമെങ്കിലും ചോദിച്ചോ എന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ താമസിക്കാൻ നബിയേ എന്ന് പറഞ്ഞ സമയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്നാൽ ഫഇന്നി ബികസറത്തി സുജൂദ്, എന്നാൽ റബിയത്തെ, സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് എന്നെ നീ ഒന്ന് സഹായിക്കണേ റബീആ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയമുള്ള സഹോദരന്മാർ, ഞാൻ പറഞ്ഞു വന്നത് അഭൗതികമായ സംഭവം അമ്പിയാക്കൾക്കും ഔലിയാക്കന്മാർക്കും തരാൻ സാധിക്കും. അതുകൊണ്ട് റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട അതാ ശൈഖ് ഇസ്മായിൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു, എന്നാൽ ആ തോട്ടം വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരാം, സ്വർഗത്തരാം എന്ന് പറയുന്നു. ആ സമയത്തിൽ ശൈഖ് ഇസ്മായിൽ പറയുന്നു, വായിക്കൊണ്ട് പറഞ്ഞാൽ പോരാ, നിങ്ങൾ അതാ ഒന്ന് കത്തുമായി എഴുതി അതിന് ഒപ്പിട്ട് തരണം. ആ സമയത്തിൽ ശൈഖ് ഇസ്മായിൽ റളിയല്ലാഹു തആല അൻഹുവിന് റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹു അതാ കത്തിൽ എഴുതി കൊടുക്കുന്നു. എന്താണ് കത്തിൽ എഴുതുന്നത്? അതാ ദുനിയാവിന്റെ പണം വാങ്ങാത്ത സ്വർഗത്തിന് കാരണമായി തോട്ടത്തെ വിൽക്കുന്നു എന്നതാ കത്തിൽ എഴുതി കൊടുക്കുന്നു. എന്നിട്ട് റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഓ ശൈഖ് ഇസ്മായിൽ എന്നവരെ, ഈ കത്തിനെ നിങ്ങൾ മരണപ്പെട്ടാൽ കഫൻ തുണിയുടെ ഉൾഭാഗത്തിൽ വെക്കണം എന്ന് പറയുന്നു. അങ്ങനെ